എനിക്ക് മരിക്കണം, എനിക്ക് വയ്യ മുമ്പോട്ട് പോകാൻ. എത്ര കാലം ഞാൻ ഇങ്ങനെ ജീവിക്കും? ഈ രോഗം കൊണ്ടും ഈ കടം കൊണ്ടും ഈ തകർന്ന കുടുംബജീവിതം കൊണ്ടും ഓർമ്മ വെച്ച കാലം മുതൽ ഈ കഷ്ടതയും പ്രയാസവും കൊണ്ടും എങ്ങനെ മുമ്പോട്ട് പോകും? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സ്ഥിതി മാറും, എൻ്റെ മക്കളുടെ അവസ്ഥ മാറും, എൻ്റെ ഭർത്താവിൻ്റെ ഈ അവസ്ഥ മാറും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയോടാ ഇവിടെ വരെ ജീവിച്ചത്. എന്നാൽ എനിക്ക് വയ്യ, ഞാൻ തോറ്റു, ഇനി മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിയത്തില്ല. കാരണം ഞാൻ പ്രതീക്ഷ വെച്ച വഴികളെല്ലാം അടഞ്ഞു. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കൂടെ ഇപ്പൊ ആരുമില്ല. സഹോദരങ്ങൾ പോലും ഒരു ഫോണ് പോലും വിളിക്കത്തില്ല. എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയത്തില്ല. നാളെ ഓർക്കുമ്പോൾ ഭയമാണ്. ആ ലോണ്, ആ ബ്ലേഡുകാര്, ബാങ്കുകാര്, ഓരോ ഫോൺ കോൾ വരുമ്പോൾ ഹൃദയത്തിനകത്ത് കനൽ കോരിയിട്ടതുപോലെ കത്തുക. എനിക്ക് വയ്യ, മരിക്കണം. പ്രിയരെ, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒത്തിരി പേർ എൻ്റെ മുമ്പിലുണ്ട്. ഈ സന്ദേശം നിങ്ങൾ മുഴുവനെ കേൾക്കും. ഇതിനകത്ത് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവിക ദൂതുണ്ട്. നിങ്ങൾ മരിക്കാൻ ഉള്ളവർ അല്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആധാരം ഒരു വാക്യം തരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. എടുത്തുകൊള്ളണമേ, പ്രാണനെ എടുക്കണേ, എനിക്ക് വയ്യ, മരിക്കണം. എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒട്ടും ശ്രേഷ്ഠനൊന്നുമല്ല, എൻ്റെ പിതാക്കന്മാരെ പോലൊന്നും നല്ലവനൊന്നുമല്ല ഞാൻ. എൻ്റെ ജീവിതം വല്ലാത്ത പരുങ്ങല. ഇന്നലകളിൽ ഒത്തിരി ശുശ്രൂഷയൊക്കെ ചെയ്തു. ആഗാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് നെഞ്ചും വിരിച്ചു നിന്ന് രാജാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. ആ വാക്കിന്റെ മുമ്പിൽ ദൈവം ആകാശത്തിലെ മഴപ്പാളികൾ അടച്ചു കളഞ്ഞു. 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി വലിയൊരു വെല്ലുവിളിയാണ്. എന്താണ്? ആ രാജ്യത്തെ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏലിയാവിന്റെ പ്രാണനെതിരെ വില പറയുകയാണ്, വെല്ലുവിളിക്കുകയാണ്. കാരണം ബാലിന്റെ പ്രവാചകന്മാരെ ഇന്നലകളിൽ 18-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇന്നലകളിൽ നശിപ്പിച്ചു, കൊന്നുകളഞ്ഞു. അതേപോലെ തന്നെ ഏലിയാവായ ഈ മനുഷ്യനെയും കൊന്നുകളയും. ബാലിന്റെ പ്രവാചകന്മാരെ നശിപ്പിച്ചതുപോലെ ഞാൻ നിന്നെ വാളിന്റെ വാൽത്തലയിൽ വെട്ടി അരിഞ്ഞു കളയും എന്ന് ഇസബേല് ആഗാബിന്റെ കൊട്ടാരത്തിൽ വെച്ചൊരു ധ്വനി മുഴക്കി കേൾപ്പിച്ചിരിക്കുകയാണ്. ഇത് ഏലിയാവ് എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ കാതിൽ വന്ന് കേട്ടു. ആ സമയത്ത് അതുവരെ കൃപയിൽ നിന്ന് ദൈവകൃപയിൽ വ്യാപാരം ചെയ്ത, കെരീത്തിന്റെ തോട്ടിൽ വെള്ളം കുടിച്ചും കാക്കയിൽ നിന്നും കൊണ്ടുവന്ന അപ്പവും തിന്ന്, അവനപ്പുറത്ത് സാറാഫത്തിലെ വിധവയും തന്റെ കുഞ്ഞിനെയും അട വാങ്ങി തിന്നതിന് ശേഷം അവരുടെ ക്ഷാമം മാറ്റിക്കൊടുത്ത്, അങ്ങനെ ഒട്ടനവധി ശുശ്രൂഷകൾ ചെയ്ത് ആകാശത്തിലെ മഴപ്പാളികളെ അടച്ചു കളഞ്ഞ് മഴ പെയ്യിപ്പിക്കാതെ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കാൻ അധികാരം പ്രാപിച്ച ശുശ്രൂഷ ചെയ്ത ഏലിയാവ് ഇപ്പോൾ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് പറയുക, എനിക്ക് മരിക്കണം, എനിക്ക് വയ്യ, എനിക്ക് മരിക്കണം. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മരിക്കാനുള്ളവരല്ല. നിങ്ങളെ സഭയ്ക്ക് വേണം, നിങ്ങളെ കുടുംബത്തിന് വേണം, നിങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് വേണം, നിങ്ങളെ നിങ്ങളുടെ സഭയ്ക്കും സമൂഹത്തിനും വേണം. നിങ്ങൾ അങ്ങനെ മരിക്കാനല്ല ഈ ഭൂമിയിലേക്ക് ദൈവം നിങ്ങളെ വിട്ടത്. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ഒരു സമയമുണ്ട്. അത് ഞാനായാലും നിങ്ങളായാലും ഒരു ദിവസം ഇവിടുന്ന് പോയേ പറ്റൂ. ആ സമയം ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ്. അതിനു മുമ്പ്, ആയുസ് തീരുന്നതിന് മുമ്പ്, ചെറിയ പ്രതിസന്ധികളും വലിയ പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുന്നത് കൊണ്ട് മതി എന്ന് പറഞ്ഞ് സുല്ലിട്ട് കളിക്കളത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ പോലെ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്ന ഒരനുഭവം എനിക്കും നിനക്കും ഉണ്ടാകരുത്. കാരണം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ഒരു പദ്ധതി വെളിപ്പെടുവാൻ ചില പ്രതിസന്ധിയിൽ കൂടെയും വേദനയിൽ കൂടെയും നീ കടന്നു പോകേണ്ടിയിരിക്കും. ചില തിക്താനുഭവങ്ങളിൽ കൂടെ നീ ചവിട്ടിക്കേറേണ്ടിയിരിക്കും.
നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ശോധനകളും പ്രതിസന്ധികളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ഒക്കെ നിങ്ങൾ കേട്ടെന്നും കണ്ടെന്നും ഇരിക്കും. നിങ്ങൾ പ്രതീക്ഷ വെച്ച കൂടെയുണ്ടെന്ന് തോന്നിയവർ പോലും നാളെ നിങ്ങൾക്ക് നേരെ അമ്പും വില്ലുമായി എഴുന്നേറ്റ് വന്നെന്നിരിക്കും. ആഗാവിന്റെയും ഇസബേലിന്റെയും വെല്ലുവിളി പോലെ പ്രാണന് വരെ ആമേൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന ശക്തികൾ നിങ്ങൾക്ക് മുമ്പേ നിരന്നു നിന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവി പറയാം, ഒരിക്കലും നിങ്ങൾ മരിക്കാനുള്ളവരല്ല. ആ ബാല്യക്കാരന്റെ കണ്ണു തുറക്കാൻ ഏലീശ പ്രാർത്ഥിച്ചതുപോലെ കണ്ണു തുറക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. ആ പടക്കൂട്ടത്തെ അല്ല പിന്നെ നിങ്ങൾ കാണുന്നത്, സ്വർഗീയ സൈന്യം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത് നിങ്ങൾ കാണും. അതുകൊണ്ട് ഏലിയാവേ, നീ മരിക്കാനുള്ളവനല്ല. നിനക്ക് ഇനിയും ദൂരയാത്രയുണ്ട്, ഇനിയും നിനക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ദൈവം ഏലിയാവിനെ തട്ടി ഉണർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ദൈവത്തോടാ പറയുന്നേ, തൻ്റെ സൃഷ്ടാവിനോടാ പറയുന്നേ, തന്നെ ഇതുവരെ ഉപയോഗിച്ച ആ ദൈവ തമ്പുരാനോടാ പറയുന്നേ, എന്നെ അങ്ങ് എടുക്ക്, പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനൊന്നുമല്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞ കുടുംബത്തിൽ ഞാൻ ഒന്നുമില്ല, എൻ്റെ അപ്പൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ഞാൻ ഒന്നുമല്ല, എന്നേക്കാൾ ഒത്തിരി പണവും സ്വാധീനവും വീടും കൂടും നാന്മയൊക്കെ ഉള്ളവരൊക്കെ എൻ്റെ കുടുംബത്തിലുണ്ട്, എനിക്കതൊന്നുമില്ല. ഞാൻ ഇന്നും ആ വാടക വീട്ടില്ല, ഇന്നും ഞാൻ ആ കടത്തിണ്ണയില്ല, ഇന്നും ഞാൻ ആ പഴയ ജോലി തന്നെ ജീവിക്കുന്നു, ഇന്നും ഞാൻ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുക. മഴയുണ്ടെങ്കിൽ ജോലിയില്ല, ജോലിയില്ലെങ്കിൽ വീട്ടിൽ പട്ടിണി, അങ്ങനെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല. എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർവാഹമില്ല, ഒരു നല്ലൊരു നന്മ കണ്ടിട്ടില്ല ഇതുവരെ, വർഷം ഇത്രയായി, പ്രായം ഇത്രയായി, മുടിയൊക്കെ പൊഴിഞ്ഞു തുടങ്ങി, പല്ലൊക്കെ പറഞ്ഞു തുടങ്ങി, വാർദ്ധക്യത്തിന്റെ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയാണ്. എൻ്റെ ശരീരത്തിൽ കൊളസ്ട്രോളും ഷുഗറും ഹാർട്ടിനകത്തും മറ്റ് പല പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്ന എനിക്കറിയത്തില്ല. കർത്താവെ, അധികം നരകിപ്പിക്കാതെ, കഷ്ടപ്പെടുത്താതെ, മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ എടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീ. എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാ പറയട്ടെ, ദൈവത്തോട് ഏലിയാവ് അങ്ങനെ പറഞ്ഞിട്ടും ദൈവം അവനെ ശാസിച്ചെന്നല്ല വായിക്കുന്നേ, ദൈവം അവന് നല്ല വിശ്രാമം കൊടുത്തു. അടുത്തത്, ദൈവം അവന് ആഹാരം കൊടുത്തു. ദൈവം ദൂതനെ ഇറക്കി. അവൻ എവിടെ കിടന്ന് നിലവിളിച്ചോ, എവിടെ കിടന്ന് കരഞ്ഞോ, മരിക്കണമെന്ന് പറഞ്ഞോ, അവിടെ ദൂതനെ ഇറക്കി. നീ എവിടെ കിടന്നാ കരയുന്നത്? ഏത് ചുരച്ചെണ്ട ചുവട്ടില നീ കിടക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? ആ പരുവരുത്ത മുള്ളുകൊള്ളുന്ന അവസ്ഥയിലാണോ നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത്? അവിടെ ദൈവം ദൂതനെ ഇറക്കും. ഒരു സ്ഥലത്ത് ദൈവം ദൂതനെ ഇറക്കിയിട്ട് അവിടെ ചെല്ലെന്ന് പറയും ദൈവമല്ല, നീ കിടക്കുന്നിടത്ത് ദൈവം തന്റെ ദൂതനെ ഇറക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ ആഗാറും തന്റെ പൈതലും കിടന്നിടത്തല്ലേ ദൂതൻ വന്നത്? അങ്ങനെങ്കിൽ നീ കിടക്കുന്നിടത്ത് ദൈവം തന്റെ ദൂതനെ ഇറക്കും. നീ എവിടെ കരഞ്ഞോ അവിടെ ദൂതൻ ഇറങ്ങും. നീ എവിടെ തകർന്നോ അവിടെ ദൂതൻ ഇറങ്ങും. നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ ദൂതൻ ഇറങ്ങും. നീ എവിടെ ഒറ്റപ്പെട്ടോ അവിടെ ദൂതൻ ഇറങ്ങും. ഇന്ന് രാവിലെ വിശ്വസിക്കൂ, ഏലിയാവ് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ തട്ടി ഉണർത്തി ദൂതൻ പറയുക, അട തിന്നുക, വെള്ളം കുടിക്കുക. എന്താ കാര്യം? ആമേൻ. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ഹൃദയം തകർന്നും മനസ്സ് തകർന്നും ഹൃദയം നുറുങ്ങിയും കഴിയുന്ന ഒരവസ്ഥയാണോ? നിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ, ആ ബെഡ്റൂമിലേക്ക് നോക്കുമ്പോൾ, കിച്ചണിലേക്ക് നോക്കുമ്പോൾ, ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ, പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഹൃദയം തകരുകയാണോ? നിന്റെ ജീവിതത്തിൽ വരുന്ന ഫോൺ കോളുകൾ കേൾക്കുമ്പോൾ മനസ്സ് തകരുകയാണോ? ഹൃദയം നുറുങ്ങുകയാണോ? ഒറ്റപ്പെടലുകൾ, ആത്മഹത്യ ചെയ്യണം, മരിക്കണം എന്ന ചിന്തയാണോ നിങ്ങളെ ഭരിക്കുന്നത്? ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് സമീപസ്ഥനാ, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിനക്ക് കൂടെയുണ്ട്. ഇത്ര നല്ല ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ മുഖത്ത് നോക്കൂ ബ്രദർ, ദൈവത്തിന്റെ മുഖത്ത് നോക്കൂ സിസ്റ്റർ. നീ മരിക്കാനുള്ള വ്യക്തി അല്ല. ഒരു പിടി കയറിനകത്തും അല്പം കുല്ലാനകത്തും ജീവിതം അവസാനിപ്പിക്കാനല്ല നിന്റെ ജീവിതം. നീ ജീവിച്ചിരുന്ന് നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെയും എന്തിനാണ് നീ ജീവിക്കുന്നത് ചോദിച്ചവരുടെയും മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവത്തോട് കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തും. ആകാശത്തോളം നിങ്ങളെ ഉയർത്തും, വാനിലോളം നിങ്ങളെ ഉയർത്തും. നിങ്ങൾ കരഞ്ഞ വിഷയത്തിന് മറുപടി തരും. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് നീക്കുപോക്കുണ്ടാകും. നിങ്ങൾ ആരാലും മാനിക്കപ്പെടും. ആ മണ്ണിൽ തന്നെ, ആ ദേശത്ത് തന്നെ ദൈവം നിങ്ങളെ ആദരിക്കും. ഓടിച്ചു മറ്റൊരു സ്റ്റേറ്റിലോ മറ്റൊരു രാജ്യത്തോ കൊണ്ടുപോയല്ല. ഇന്ന് നീ എവിടെയാണോ തകർന്നത് അവിടെ ദൈവം നിന്നെ മാനിക്കും. അവിടെ ദൂതൻ ഇറങ്ങും. ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ദൂതൻ ഇറങ്ങിയെങ്കിൽ നിങ്ങളുടെ വിഷയത്തിലും ദൂതൻ ഇറങ്ങും. വിശ്വസിക്കാമോ? ചില നാളുകൾക്ക് മുമ്പ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒരിക്കൽ ഞാൻ ഗ്രേസ് ടിവിയിൽ അതിന്റെ സാക്ഷ്യം പറഞ്ഞതാണ്. ആമേൻ. മരിക്കുവാനായി, ആമേൻ, ജീവിതത്തിൽ
മരണം വേണം, കാരണം ഭാര്യ കുഞ്ഞുങ്ങൾ വിട്ടുപോയി, അവരെ ഉപേക്ഷിച്ചു. ഗവൺമെന്റ് ജോലിയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് വാഹനമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. കടം കയറി തലയ്ക്കുമിത് വന്നു. മദ്യപാനത്തിന്റെ ആസക്തി തന്നെ മൂടി. അവസാനം മക്കളില്ല, ഭാര്യയില്ല, കുടുംബമില്ല. അല്പം കുരുടാനും വാങ്ങിച്ചുകൊണ്ട് വീടിനകത്ത് വന്ന് മരിക്കുവാനായി തീരുമാനിക്കുമ്പോഴാണ് ഗ്രേസ് ടിവിയുടെ സന്ദേശം ഒരു പ്രഭാതത്തിൽ താൻ കേൾക്കുന്നത്. താൻ ആ പ്രഭാതത്തിൽ കേട്ട ദൈവശബ്ദം കേട്ടിട്ട് താൻ ഇങ്ങനെ, അവന് ക്രിസ്ത്യാനിയല്ല, ഒരു അക്രൈസ്തവനാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ വിടുവിക്കുമോ? ആ വ്യക്തി പെട്ടെന്ന് ഈ ചാനലിൽ കണ്ട നമ്പറിൽ എന്നെ വിളിച്ചു. എന്നെ കാണണം എന്ന് അദ്ദേഹം നിർബന്ധം കാണിച്ചു. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്, 2 കണ്ണും നിറഞ്ഞ് സർക്കാർ വണ്ടിയിൽ ആ വ്യക്തി എൻ്റെ വീട്ടിൽ കടന്നു വന്നു. നോക്കുക, 2 കണ്ണും നിറഞ്ഞിട്ട് എൻ്റെ കൈക്ക് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ മരിക്കാൻ പോയ വ്യക്തിയാ. എൻ്റെ വീട്ടിൽ ഞാൻ മരിക്കാൻ ഉപയോഗിക്കാൻ വാങ്ങിച്ച കുരുടാനിരിപ്പുണ്ട്. എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എൻ്റെ മക്കൾ എന്നെ കൈവിട്ടു. എനിക്കിപ്പോ ആരുമില്ല. ലക്ഷങ്ങളുടെ തലയിൽ കടമാണ്. ഞാൻ മുഴുവൻ മദ്യപാനിയാണ്. എൻ്റെ ജീവിതം തകർന്നു. എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല. എനിക്ക് മരിക്കണം. പക്ഷേ നിങ്ങൾ പറഞ്ഞ സന്ദേശം എൻ്റെ ജീവിതത്തിൽ എവിടെയോ ഒരു അനക്കം കൊണ്ടുവരാനിടയായി. ഞാൻ ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചു, തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഞാൻ ആ വ്യക്തിയോട് ഇതേ വാക്ക് പറഞ്ഞു, നീ മരിക്കാനുള്ള വ്യക്തിയല്ല, ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണാം. നിന്റെ ഭാര്യ മടങ്ങി വരും, നിന്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വരും, നിന്റെ കടം ദൈവം മാറ്റും. നീ കർത്താവിന് വേണ്ടി ജീവിക്കേ, യേശു നിന്റെ കൂടെയുണ്ട്. പ്രിയരെ, സന്തോഷത്തോടെ പറയട്ടെ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ അവൻ തീരുമാനമെടുത്തു. യേശു അവന് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് അവന്റെ ഭാര്യ മടങ്ങി വന്നു, കുഞ്ഞുങ്ങൾ മടങ്ങി വന്നു, മൂത്ത കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു, മദ്യപാനം നിർത്തി കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്. ഇന്ന് രാവിലെ തകർന്ന് മരണത്തിന് മുഖാമുഖം കാണുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ സന്ദേശമൊന്നും വെറുതെ അല്ല. ഓരോ ദിവസവും ദൈവദാസൻ 1-2 മണിക്കൂർ ഇരുന്ന് ഒരു മെസ്സേജ് കഷ്ടപ്പെട്ട് ദൂതുണ്ടാക്കി നിങ്ങൾക്ക് തരുമ്പോൾ, ഈ ദൂതിനകത്ത് നിങ്ങളുള്ള ദൈവശബ്ദമാണ്. ഇതിന്റെയൊക്കെ ഗുണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ മാനസാന്തരവും നിങ്ങളുടെ നിത്യതയുമാണ്. അങ്ങനെങ്കിൽ ഞാൻ ദൈവസന്നിധി പറയാം, ഏലിയാവിനെ പോലെ മരിക്കണമെന്ന് പറയുകയല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നീ അങ്ങനെ മരിക്കാനുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് മരണം എന്നും ഒരു ഒളിച്ചോട്ടം മാത്രമാണ്, ഒരിക്കലും രക്ഷയല്ല. നീ മരിച്ചത് കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവി തെളിയത്തില്ല. പകരം അപ്പനായ നീ, അമ്മയായ നീ ആ വീടിനകത്ത് മുട്ടുമടക്ക്, ആ വാടക വീടിനകത്ത് മുട്ടുമടക്ക്. ദൈവസന്നിധി നീ പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. നീ കരഞ്ഞതിന് മറുപടി കർത്താവ് തരും. കാരണം 34 സങ്കീർത്തനം 18 പറയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പൊ ആർക്കാണ് ദൈവം സമീപസ്ഥൻ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അടുത്തത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പൊ ദൈവം ആരെയാണ് രക്ഷിക്കുന്നത്? മനസ്സ് തകർന്നവരെയാണ്. നിങ്ങളുടെ ഹൃദയം ഇന്ന് രാവിലെ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണോ? മനസ്സ് തകർന്നിരിക്കുകയാണോ? രക്ഷിക്കാൻ സമീപസ്ഥനായി എൻ്റെ യേശുവപ്പ ഉണ്ട്. യേശുവേ എന്ന് വിളിക്ക്, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. യേശുവേ എന്ന് പറ. എന്നിട്ട് പറ, അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല, അങ്ങ് എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് ഒറ്റ വാക്ക് പറ. നിന്റെ ജീവിതത്തിൽ സമാധാനം ഓടി വരും. ദൈവസന്നിധി മഴ പെയ്തതുപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. കടം മാറും, കഷ്ടത മാറും, നിരാശ മാറും. എൻ്റെ 50 ലക്ഷത്തിലധികം കടം ദൈവം മാറ്റി തന്നെങ്കിൽ നിങ്ങളുടെ കടവും കർത്താവ് മാറ്റിത്തരും. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒളിച്ചോടി ആമേ നശിച്ചാ മതി എന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സുവിശേഷ വേല ഇനി ഞാൻ ചെയ്യത്തില്ല, കാരണം ചെയ്യാൻ പറ്റില്ല. കടം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ നല്ലതാണെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് എൻ്റെ കടം ദൈവം കീറിക്കളഞ്ഞിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇന്നും മിനിസ്ട്രി നിർത്തിയിരിക്കുന്നത് അനുഭവസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ പറയാം, മരിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്, ജീവിതത്തിൽ ജീവിതം മതിയെന്ന് വെക്കരുത്. യേശുവേ എന്ന് വിളിക്ക്. സമീപസ്ഥനായി നിങ്ങളുടെ അടുക്കൽ യേശുവുണ്ട്. നീ ആര് തന്നെ ആകട്ടെ, ഏത് മതസ്ഥനാകട്ടെ, ഏത് കുടുംബത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് സാഹചര്യത്തിൽപ്പെട്ടവനാകട്ടെ, കർത്താവിന് അതൊന്നും ഒരു വിഷയമല്ല. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ സന്ദേശം നിന്റെ മക്കൾക്ക് കൈമാറുകയാണ്. ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളും വേദനകളും ഇവരുടെ മുമ്പിലുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാൻ കഴിയാതെ ഇവരൊത്തിരി ഭാരത്തില്ല. കർത്താവെ,
മരിക്കണം എന്നുള്ള ചിന്തയായി ഇപ്പൊ ഇവരെ ഭരിക്കുന്നേ. എങ്ങനെ ജീവിക്കും എന്ന് ഇവർക്കറിയത്തില്ല. ഒരു വല്ലാത്ത പരിവരുത്ത അനുഭവത്തിൽ കൂടെ, വേദനയിൽ കൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ആകയാൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. ഇവർ തകർന്നു എന്ന് പറഞ്ഞ മേഖലയിൽ ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ. നന്മയുണ്ടാകട്ടെ കർത്താവേ, യേശുവിൻ നാമം തന്നെ. ആമേൻ. അതേ പ്രിയരെ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം, തകർന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക, രഹസ്യമാക്കി വെക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട. കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്, യേശുവേ എന്നൊന്ന് വിളിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതം മാറി മറിയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.